ഇപ്രാവശ്യത്തെ വിഷുസദ്യ നമ്മൾ ഹാൻഡ്സിലായിരുന്നു. നല്ല അടിപൊളി ഗംഭീര സദ്യയാണ് ഇവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽ. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. നല്ല ദൂഷണയിലായിരുന്നു ഇപ്രാവശ്യത്തെ സദ്യ വിളമ്പിണ്ടായിരുന്നു. മകന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് നിന്ന് ഈ സദ്യ വിളമ്പിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല, പഴയ ജിംനാസിയ. ഇപ്പൊ ഞങ്ങൾ വിളമ്പി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം പേഷ്യൻസിന് കൊടുക്കാനുള്ള സദ്യ. പദാർത്ഥങ്ങളെയും ഇവ ഞങ്ങൾക്കായി സ്പോൺസർ ചെയ്ത കുടുംബത്തെയും ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ചു നന്ദിയോടെ ഓർക്കുന്നു. നവദമ്പതിമാരായ സദന്തയ്ക്കും അതിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാ ഇന്റേൺസും ഒരുമിച്ചിരുന്ന് എല്ലാം കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. സാമ്പാറിന് നല്ല രസം, ഇത്തിരി രസം കഴിക്കും. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. വിശന്ന് എനിക്ക് പ്രാന്ത. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല. ഒന്ന് അങ്ങോട്ടേ മാറിയിരുന്നേ. ജീവിതത്തിൽ ഒരിക്കലും മട്ടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. വയറ് നിറഞ്ഞു. വിവാഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്കിന്ന് ഈ ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് വളരെ നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ വിവാഹ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദവും സന്തോഷപ്രദവുമാകട്ടെ എന്ന് ഫാമിലി